14 ദിവസം കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ആമസോൺ സെയിൽസ് കൊണ്ടുവരാനുള്ള ചാലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ കീവേഡ് ഒപ്റ്റിമൈസേഷൻ ആണ് നോക്കുന്നത്. നമ്മുടെ ആമസോൺ ലിസ്റ്റിംഗിന്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഓരോരോ പോയിന്റേഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വളരെ കീവേഡ് റിച്ച് ആയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെർച്ച് റിസൾട്ടിലൊക്കെ നമ്മൾ മുന്നോട്ട് വരിക, അതുപോലെ നല്ല സെയിൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഡീപ് ഡൈവ് എന്നുള്ള ടൂളാണ്. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് പോയി നോക്കാം. ആമസോണിൽ കയറിയിട്ട് നമുക്ക് വേണ്ട നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാറ്റഗറി അടിച്ച് നോക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ടൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും കാണാൻ പറ്റും. അതിനൊരു 15 കോമ്പറ്റീഷനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവർ യൂസ് ചെയ്യുന്ന ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ടുള്ള എല്ലാ കീവേഡ്സും നമുക്ക് കിട്ടും. ഓരോ കീവേഡ്സിനനുസരിച്ച് ഓരോ കോമ്പറ്റീറ്റേഴ്സ് എവിടെ റാങ്ക് ചെയ്യുന്നത് എന്നുള്ളതും അങ്ങനെ എല്ലാവിധ ഡാറ്റയും നമുക്ക് കിട്ടും. ദെൻ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ടൈറ്റിലും അതുപോലെ തന്നെ ഓരോ പോയിന്റേഴ്സും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും എല്ലാ സാധനവും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ അതിനുശേഷം ഇതൊക്കെ ഇപ്പോൾ ടൈറ്റിൽ ഞാൻ കോപ്പി ചെയ്തു, അതുപോലെ സെയിൽസ് സെൻറ്റർ കൊണ്ടുപോയിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കീവേഡ്സും അതുപോലെ തന്നെ ഇതുപോലെ പേസ്റ്റ് ചെയ്തു. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ തന്നെ എടുക്കുക, അങ്ങനെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പിന്നെ ജസ്റ്റ് ആ ഒരു ജനറൽ കീവേഡ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ കീവേഡ് ഒപ്റ്റിമൈസേഷൻ SEO ഒരുവിധമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് നോക്കുക, ഇൻഫോഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളായിരിക്കും മേജറായി നോക്കുന്നുണ്ടായിരിക്കുക. സോ നമ്മളങ്ങനെ ഓരോ പോയിൻ്റായിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് മാർക്ക് ചെയ്ത് ഒരു 14 days ആകുമ്പോഴേക്കും നമുക്ക് ആമസോൺ സെയിൽസ് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.